എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഒന്നും പറയാനും കഴിയുന്നില്ല. സന്തോഷവും സങ്കടവും 6 വർഷമായി കാത്തു വെക്കുന്നു. നിങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട്. അതെ, വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ്, ആർക്കൊക്കെ എന്തൊക്കെ എന്നതാണ് ശിക്ഷാവിധിയിൽ പറയുന്നത്? മോത്തി, പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. അതിലെ ആദ്യ 8 പ്രതികൾ, അതായത് കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന 8 പേർക്കൊപ്പം അവരെ സഹായിച്ച 10ഉം 15ഉം പ്രതികൾക്ക് കൂടി ഇരട്ട ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. CPMന്റെ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പീതാംബരനാണ് ഇതിലെ 1ാം പ്രതി. പീതാംബരനെ ആക്രമിച്ചു എന്നതിൻ്റെ വൈരാഗ്യമായിരുന്നു ശരത്തിനെയും കൃപേഷിനെയും കൊലപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 1ാം പ്രതി പീതാംബരൻ, 2ാം പ്രതി സജി ജോർജ്, 3ാം പ്രതി KM സുരേഷ്, 4ാം പ്രതി K അനിൽകുമാർ, 5ാം പ്രതി ജിജിൻ, 6ാം പ്രതി R ശ്രീരാഗ്, 7ാം പ്രതി അശ്വിൻ, 8ാം പ്രതി സുബീഷ്, 10ാം പ്രതി T രഞ്ജിത്ത്, 15ാം പ്രതി സുരേന്ദ്രൻ. ഇവർക്കാണ് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ വീതം പിഴയും വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. പിഴത്തുക ഈ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ബന്ധുക്കൾക്ക് കൈമാറാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ 4 പേർക്ക് കൂടി ഇതിൽ 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അതായത് ആ 4 പേർ കൂടി ജയിലിലേക്ക് പോവുകയാണ്. ഇതുവരെ ജാമ്യത്തിൽ തുടർന്നിരുന്ന CPM നേതാക്കൾക്ക് കൂടി ജയിലിലേക്ക് പോവേണ്ടി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനി ഉദുമ മുൻ MLA ആയ KV കുഞ്ഞിരാമനാണ്. കാസർഗോഡ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് KV കുഞ്ഞിരാമൻ. KV കുഞ്ഞിരാമന് 5 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരുന്നത്. 3 വർഷത്തിൽ താഴെയുള്ളൊരു ശിക്ഷയായിരുന്നു കുഞ്ഞിരാമനും മറ്റ് CPM നേതാക്കൾക്കുമെങ്കിൽ അവർക്ക് ജാമ്യത്തിൽ തുടരാൻ കഴിയുമായിരുന്നു. അവർക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്നതിനുള്ള അവസരം കോടതി നൽകുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിച്ചു, അല്ലെങ്കിൽ അവരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതാണ് ഈ 4 പേർക്കുമെതിരായ കുറ്റം. അതുകൊണ്ടാണ് കോടതി കടുത്ത ശിക്ഷയിലേക്ക് പോയത്. അതായത് 5 വർഷം തടവ് ശിക്ഷയിലേക്ക് പോയത്. KV കുഞ്ഞിരാമന് പുറമെ K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ, ഈ CPM നേതാക്കൾക്കാണ് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ 14 പേരെയും ഇപ്പോൾ കോടതി കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കാണുകയും ഇപ്പോൾ ശിക്ഷ വിധിക്കുകയും ചെയ്ത 14 പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കാനാണ് ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി 2 ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പ്രതികൾ അടയ്ക്കുന്ന പിഴത്തുക അത് കൊല്ലപ്പെട്ട ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ബന്ധുക്കൾക്ക്, അതായത് അവരുടെ പിന്തുടർച്ച അവകാശികൾക്ക് കൈമാറാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CBI സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും ഇപ്പോഴത്തെ ശിക്ഷാവിധിയിൽ അവർ തൃപ്തരാണ്. CBI ഹാപ്പിയാണ് എന്നാണ് അവരുടെ പ്രോസിക്യൂട്ടർ പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ തൃപ്തരല്ല. അവർക്ക് ഇതിൽ അപ്പീൽ പോകണം എന്നത് തന്നെയാണ് അവരുടെ നിലപാട്. കോൺഗ്രസ് പാർട്ടിയും അതേ നിലപാട് തന്നെ ആവർത്തിക്കുന്നു. കാരണം ഈ കേസിൽ 10 പ്രതികളെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രതികളുടെ ശിക്ഷ കുറഞ്ഞുപോയി എന്ന നിലപാടും അവർക്കുണ്ട്. അതുകൊണ്ട് അവർ അപ്പീൽ പോകാൻ, അതായത് ശിക്ഷ എൻഹാൻസ് ചെയ്യണമെന്ന ആവശ്യവുമായും അതോടൊപ്പം തന്നെ വെറുതെ വിട്ടവരെയും കൂടി ശിക്ഷിക്കണമെന്ന ആവശ്യവുമായി അപ്പീൽ പോകാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് പ്രതിഭാഗത്തിന്റെ അഭിഭാഷകരായ CK ശ്രീധരൻ പുറത്തു വന്ന് പറഞ്ഞു അവരും അപ്പീൽ പോകാൻ പോകുന്നു ഉടൻ തന്നെ ഹൈക്കോടതിയിൽ എന്നത്. പക്ഷേ ഈ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ഉടനൊന്നും അവരുടെ അപ്പീൽ കോടതി കേൾക്കില്ല. പക്ഷേ ഈ CPM നേതാക്കൾ 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട CPM നേതാക്കൾക്ക് അവരുടെ അപ്പീൽ കേൾക്കുന്നതുവരെ അവരെ ജാമ്യത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അത് എന്തായാലും ഹൈക്കോടതി 6ാം തീയതിയെ തുറക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ അവർക്ക് ആ ആവശ്യം കോടതി മുമ്പാകെ ഉന്നയിക്കാൻ കഴിയൂ. എന്തായാലും CPM നേതാക്കൾ, ഇതുവരെ ജാമ്യത്തിലുണ്ടായിരുന്ന CPM നേതാക്കൾക്ക് കോടതി 5 വർഷം ശിക്ഷ വിധിച്ചതോടെ അവരും ജയിലിലേക്ക് പോവുകയാണ്. ശരി ബിനിൽ.